നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മതം നോക്കി ശിക്ഷ നടപ്പിലാക്കി വീണ്ടും ഈ നാട്ടിലെ ഹിന്ദുക്കളെ ചതിച്ച് പിണറായി സർക്കാർ. സുഗന്ധഗിരിയിലെ അനധികൃത മരമുറി കേസിലാണ് പ്രതിയായ മുസ്ലിം വനിതയെ ശിക്ഷാവിധിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും ഹിന്ദുക്കൾക്കെതിരായ കൊടും ചതിയുമായി പിണറായി സർക്കാർ മുന്നോട്ട് വന്നത്. ഇതോടുകൂടി ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥലമായി മാറിക്കഴിഞ്ഞോ കേരളം എന്ന ചോദ്യമാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. വയനാട് സുഗന്ധഗിരിയിൽ നടന്ന മരമുറി കേസിലാണ് ന്യൂനപക്ഷ മത പ്രീണനത്തിന്റെ ഏറ്റവും വൃത്തികെട്ട അധ്യായം അരങ്ങേറിയത്. ഒരേ തെറ്റ് ചെയ്തിട്ടും മുസ്ലിമായ എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥ മാത്രം എല്ലാ ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവാക്കിയായിരുന്നു സർക്കാർ ചെയ്തത്. വയനാട് DFO ആയ ഷജിനെയാണ് സുഗന്ധഗിരി അനധികൃത മരമുറി കേസിൽ ഇടപെട്ടിട്ടും ന്യൂനപക്ഷം ആയി എന്ന കാരണം കൊണ്ട് പിണറായി സർക്കാർ വെറുതെ വിട്ടത്. വടകരയിൽ ശൈലജ ടീച്ചറിന്റെ വോട്ടുകൾ ബാധിക്കും എന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് നൽകപ്പെട്ട സസ്പെൻഷൻ പിണറായി സർക്കാർ പിൻവലിച്ചത്. അതേസമയം തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട കൽപ്പറ്റ റേഞ്ച് ഓഫീസർ നീതുവിനോട് ഒരു ദയയും കാണിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. തെറ്റ് ചെയ്തവർ ആരും രക്ഷപ്പെടണം എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ഹിന്ദു ആയി കഴിഞ്ഞാൽ എന്തും ചെയ്യാം, പക്ഷേ ന്യൂനപക്ഷ വോട്ടാണെങ്കിൽ ഭയപ്പെടണം എന്ന അവസ്ഥ കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. വയനാട് സുഗന്ധഗിരിയിലെ അനധികൃത മരമുറിയെ തുടർന്നാണ് വയനാട് സൗത്ത് DFO ആയ ഷജിന ഉൾപ്പെടെയുള്ള 3 പേരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ഇതിൽ ഷജിനയുടെ സസ്പെൻഷൻ ഉത്തരവ് മണിക്കൂറുകൾക്കകം സർക്കാർ മരവിപ്പിക്കുകയായിരുന്നു. സസ്പെൻഷൻ ഓർഡർ ഇറങ്ങി വെറും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് സർക്കാർ തന്നെ ഓർഡർ മരവിപ്പിച്ചത്. വനം മന്ത്രി പോലും അറിയാതെയാണ് ഷജിനയുടെ സസ്പെൻഷൻ ഓർഡർ മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ ഇറക്കിയത്. ഇതോടുകൂടി മന്ത്രിയേക്കാൾ മുകളിൽ സൂപ്പർ പവറുള്ള ഉദ്യോഗസ്ഥയാണോ ഷജിന എന്ന DFO എന്ന ചോദ്യം ഉയരുന്നത്. ഇപ്പോൾ സുഗന്ധഗിരിയിൽ അനധികൃത മരമുറിക്ക് കൽപ്പറ്റ റേഞ്ച് ഓഫീസർ നീതുവിനെ മാത്രം ബലിയാടാക്കിയെന്ന അഭിപ്രായം വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയുണ്ട്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ തലശ്ശേരിയിൽ കുടുംബ വേരുകളുള്ള ഷജിനെ ശിക്ഷിച്ചാൽ അത് KK ശൈലജ ടീച്ചർക്ക് കിട്ടുന്ന ന്യൂനപക്ഷ വോട്ടുകളെ ബാധിക്കുമെന്നതിനാലാണ് തിരക്കിട്ട് ഷജിനയുടെ സസ്പെൻഷൻ മരവിപ്പിച്ചതെന്ന വിമർശനമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാനായിരുന്നു ഷജിനയെ ശിക്ഷിക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചതിന് പിന്നിൽ എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇതിനെതിരെ വനം വകുപ്പിനുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറിയുണ്ടായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഉയർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലും അറിയാതെയാണ് ഷജിനയുടെ സസ്പെൻഷൻ ഉത്തരവ് മരവിപ്പിച്ചത്. ഒരു പ്രത്യേക ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളായാൽ ഇവിടെ എന്തും ആകാം, എന്ത് തെറ്റ് ചെയ്താലും അതിനെയൊക്കെ തേച്ചുമായ്ച്ച് കളയാൻ പിണറായി സർക്കാർ ഉണ്ട് എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് ഇവിടെ നൽകപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.